അരനൂറ്റാണ്ടിന് ശേഷം വിശ്വമാമാങ്കത്തിലേക്ക് ഒരു തിരിച്ചുവരവ്. ആ മത്സരത്തിൽ തന്നെ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലിനെ സമനിലയിൽ തളച്ചുകെട്ടാനാവുക. കോങ്കോയ്ക്ക് അത് ജയത്തോളം പോന്ന ഒരു സമനില തന്നെയായിരുന്നു. ജോവാ നെവേസിന്റെ 6-ാം മിനിറ്റിലെ ഗോളിൽ തന്നെ കോങ്കോ അപകടം മണത്തു. ഇതിനു പിന്നാലെ രണ്ട് കാര്യങ്ങളാണ് അവർ നടപ്പാക്കിയത്. ക്രിസ്ത്യാനോ റൊണാൾഡോയെ പൂട്ടുക, കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിച്ച് ആക്രമിച്ചു കളിക്കുക. ലക്ഷ്യം വിജയം കണ്ടപ്പോൾ യൂറോപ്പിലെ പ്രബല ശക്തികളായ പറങ്കിപ്പട സമനിലയിൽ കുരുങ്ങി. റൊണാൾഡോയ്ക്ക് ഗോൾ അടിക്കാനുമായില്ല. 1974 ലോകകപ്പിൽ 3 മത്സരങ്ങളിൽ നിന്നായി 14 ഗോൾ വഴങ്ങുകയും ഒരു സ്കോർ പോലും നേടാനായില്ല എന്നുമുള്ള നാണക്കേടുണ്ടായിരുന്ന കോങ്കോ വർഷങ്ങൾക്കു ശേഷമുള്ള തങ്ങളുടെ മടങ്ങി വരവ് ലോകത്തിനു മുന്നിൽ തീർത്തും വിസ്മയമാക്കി. ലോകകപ്പ് ചരിത്രത്തിലെ ആദ്യ ഗോളും ആദ്യ പോയിന്റുമാണ് പോർച്ചുഗലിനെതിരായ മത്സരത്തിൽ കോങ്കോ നേടിയത്. ഫിഫ റാങ്കിങ്ങിൽ 5-ാം സ്ഥാനമുള്ള പോർച്ചുഗലിനെ 46-ാം സ്ഥാനക്കാരാണ് വിറപ്പിച്ചതെന്ന് ഓർക്കണം. പ്രതിഭകൾ കൊണ്ട് നിറഞ്ഞ പോർച്ചുഗലിന് മുന്നിൽ ആദ്യ മിനിറ്റുകളിൽ തന്നെ പ്രതിരോധമായുധമാക്കിയാണ് കോങ്കോ കളം നിറഞ്ഞത്. എതിർ ടീമിന്റെ പാളയത്തിൽ തമ്പടിച്ച് ആക്രമണം അഴിച്ചുവിട്ട പറങ്കിപ്പടയെ ബോക്സിന് മുന്നിൽ 5 പോരാളികളെ നിർത്തിയാണ് കോങ്കോ പ്രതിരോധിച്ചത്. എന്നാൽ 6-ാം മിനിറ്റിൽ ഈ പ്രതിരോധം പൊളിച്ച് പോർച്ചുഗൽ ആദ്യ ഗോൾ നേടി. എതിർ ടീമിന്റെ ബോക്സിനുള്ളിൽ പെഡ്രോ നെറ്റോയുടെ അസിസ്റ്റിൽ ഉയർന്നു പൊങ്ങിയ പന്ത് ജോവാ നെവേസിന്റെ മനോഹരമായ ഹെഡറിലൂടെയാണ് വലയ്ക്കുള്ളിലെത്തിയത്. ഇതോടെ അമിത പ്രതിരോധം എന്ന തന്ത്രം മാറ്റിയാണ് കോങ്കോ പിന്നീട് കളിച്ചത്. ഇത് ക്രിസ്ത്യാനോയുടെ നീക്കങ്ങളെ തീർത്തും തളച്ചു. ഒപ്പം പോർച്ചുഗീസ് ബോക്സിന് മുന്നിലേക്ക് കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. പോർച്ചുഗൽ നീക്കങ്ങളിലെ ആലസ്യം കോങ്കോയുടെ നീക്കങ്ങളെ അതിവേഗത്തിലാക്കി. പോർച്ചുഗീസ് സംഘം പ്രത്യാക്രമണങ്ങൾക്ക് തുനിഞ്ഞെങ്കിലും ഒത്തിണക്കത്തിലെ പിഴവുകൾ അവസരങ്ങൾ നഷ്ടപ്പെടുത്തി. ഗോളെന്നുറപ്പിച്ച 2 അവസരങ്ങളാണ് നിമിഷങ്ങൾക്കിടെ പോർച്ചുഗലിനെ കൈവിട്ടത്. കോങ്കോ ബോക്സിനുള്ളിലേക്ക് ഇരച്ചു കയറിയ ന്യൂനോ മെൻഡസ് പോസ്റ്റിന് മുന്നിലേക്ക് എത്തിയെങ്കിലും കോങ്കോ ഗോൾ കീപ്പർ ലയണൽ എംപാസി പന്ത് തട്ടിയകറ്റി. റീബൗണ്ടിൽ പോസ്റ്റിലേക്ക് വീണ്ടും ഷോട്ട് എടുത്തെങ്കിലും സ്വീകരിക്കാൻ ആളുണ്ടായിരുന്നില്ല. പറങ്കിപ്പടയുടെ ഈ ആലസ്യത്തിനേറ്റ ഷോക്കായിരുന്നു ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ കോങ്കോ പറങ്കിപ്പടയ്ക്ക് നൽകിയത്. പോസ്റ്റിന്റെ വലതുവശത്തു നിന്ന് ആർദർ മസൂവയുടെ ക്രോസ് ഹെഡ് ചെയ്ത യോഹാൻ വീസയാണ് വലയിലെത്തിച്ചത്. സ്കോർ 1-1. ആത്മവിശ്വാസത്തോടെ കരുത്താർജിച്ച കോങ്കോ 2-ാം പകുതിയുടെ തുടക്കം മുതൽ പോർച്ചുഗീസ് ബോക്സിലേക്ക് ആക്രമിച്ചു കയറി. 56-ാം മിനിറ്റിൽ ജോവാ കാൻസെലോ കോങ്കോ വല കുലുക്കിയെങ്കിലും റഫറി ഓഫ്സൈഡ് വിളിച്ചു. പിന്നാലെ പോർച്ചുഗീസ് ബോക്സിലേക്ക് കോങ്കോ ഗോൾ വല ലക്ഷ്യമാക്കി പന്ത് തൊടുത്തെങ്കിലും ഗോൾ കീപ്പർ തട്ടിയകറ്റി. അവസാന മിനിറ്റുകളിൽ മാത്രമാണ് പോർച്ചുഗലിൽ നിന്ന് മൂർച്ചയേറിയ ആക്രമണങ്ങൾ ഉണ്ടായത്. 69-ാം മിനിറ്റിൽ പന്ത് ലഭിച്ചിട്ടും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വലതുകാൽ ഷോട്ട് പാഴായി. ഹൈഡ്രേഷൻ ബ്രേക്കിന് പിന്നാലെ ഗോൾ പോസ്റ്റിന് മുന്നിൽ റൊണാൾഡോയ്ക്ക് വീണ്ടും അവസരം ലഭിച്ചെങ്കിലും ഗോളാക്കാനായില്ല. പിന്നീട് സെഡ്രിക് ബകാംബുവിന്റെ ഗോൾ ശ്രമവും ഫലം കണ്ടില്ല. നിശ്ചിത സമയം അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രമുള്ളപ്പോൾ ഗോൾ കീപ്പർ മാത്രം അവശേഷിച്ച കോങ്കോ പോസ്റ്റിന് മുന്നിൽ ബ്രൂണോ ഫെർണാണ്ടസ് പന്തുമായി കുതിച്ചെങ്കിലും ഗോൾ മുഖത്ത് ലയണൽ എംപാസി രക്ഷകനായി. അതോടെ ലോകകപ്പിലെ കിരീട സാധ്യതയോടെ എത്തിയ പോർച്ചുഗലിന് ആദ്യ മത്സരം സമനിലയിൽ പിരിയേണ്ടി വന്നു. ലോകകപ്പിലെ കന്നി മത്സരത്തിൽ കോങ്കോ പ്രതിരോധ നിരയുടെ ക്വാളിറ്റി വലിയ ചർച്ചയാവുകയാണ്. പോർച്ചുഗീസ് സ്ക്വാഡിൽ കാണാതിരുന്ന കമ്മിറ്റ്മെന്റ് എന്ന വികാരം സത്യത്തിൽ ആരാധകരുടെ നെഞ്ച് കലക്കുന്നുണ്ട്. ഗ്രൂപ്പ് എല്ലിലെ ആദ്യ മത്സരത്തിൽ യൂറോപ്പിലെ പ്രബല ശക്തികളായ ക്രൊയേഷ്യയെ 4-2 തകർത്ത ലോകകപ്പിൽ ഇംഗ്ലണ്ടിന്റെ വിജയത്തുടക്കം. തീപാറും പോരാട്ടത്തിൽ ആദ്യ പകുതിയിൽ ക്രൊയേഷ്യ പൊരുതി നോക്കിയെങ്കിലും 2-ാം പകുതിയിൽ ഇംഗ്ലീഷ് പട സമഗ്രാധിപത്യം നേടി. ഹാരി കെയ്നിന്റെ ഇരട്ട ഗോളുകളുടെ കരുത്തിലായിരുന്നു ഇംഗ്ലണ്ടിന്റെ കുതിപ്പ്. ഗ്രൂപ്പ് എല്ലിലെ 2-ാം മത്സരത്തിൽ ഇഞ്ചുറി ടൈമിൽ പിറന്ന ഗോളിനാണ് ഗാന പനാമയെ വീഴ്ത്തിയത്. നിശ്ചിത സമയത്തിനു ശേഷം ലഭിച്ച ഇഞ്ചുറി ടൈമിന്റെ 5-ാം മിനിറ്റിൽ ആഫ്രിക്കൻ ശക്തികളായ ഗാനയ്ക്ക് വേണ്ടി കാലെബ് ഈരൻകിയാണ് ഗോൾ നേടിയത്. ഉസ്ബെക്കിസ്ഥാനെതിരെ കൊളംബിയ വിജയം നേടിയതോടെ ഗ്രൂപ്പ് കെയിൽ കൊളംബിയ 1-ാമതെത്തി. 1-നെതിരെ 3 ഗോളുകൾക്കാണ് കൊളംബിയ വിജയിച്ചത്. അവസാന വിസിൽ മുഴങ്ങും വരെ ഇരു ടീമുകളും പരസ്പരം ആക്രമിച്ചു കളിച്ചെങ്കിലും കൊളംബിയയ്ക്കായിരുന്നു ആധിപത്യം.